ഹലോ ഗഡീസ്, വെൽക്കം ബാക്ക് ടു ഗഡീസ് മീഡിയ. ഇന്ന് നമ്മളുള്ളത് കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ട്രസ്റ്റഡ് ഓട്ടോ ഡീറ്റെയിലിംഗ് സെൻ്റർ ആയിട്ടുള്ള ഓട്ടോടോർസ് കൊച്ചിയിലാണ്. നമ്മളിവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം അഥവാ PPF അത് അപ്ലൈ ചെയ്യാനാണ്. നമ്മൾ ട്രാവൽ റിലേറ്റഡ് കണ്ടന്റ്സ് മാത്രം ചെയ്ത് നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു കണ്ടന്റ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാവൽ കമ്പാനിയനായിട്ടുള്ള നമ്മുടെ ബുള്ളറ്റിന് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ, അതായത് 5 ഇയർ PPF ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നല്ല പ്രൊട്ടക്റ്റീവായി ഇതേ ഒരു ഗ്ലേസിങ്ങിൽ അല്ലെങ്കിൽ ഇതേ ഒരു തിളക്കത്തിൽ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളുള്ളത് അമ്പാട്ടുകാവിലാണ്, കൊച്ചി അമ്പാട്ടുകാവിൽ. ഇത് പില്ലർ നമ്പർ 137 എന്ന് പറയും. ആ മെട്രോ പില്ലറാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. ഫുൾ ബോഡി PPF എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഏതൊക്കെ പാർട്സ് കവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ഹെഡ്ലൈറ്റ് കവർ വരും, ഹെഡ്ലൈറ്റ്. പിന്നെ അതുപോലെ ഇതിൻ്റെ 2 മീറ്റേഴ്സ് കവറാവും. അതുപോലെ തന്നെ ഫുൾ ടാങ്ക് കവറാവും. ഈ ഫ്രണ്ടത്തെ മഡ് ഗാർഡ് കവറാവുന്നതാണ്. പിന്നെ ഈ 2 സൈഡ് പാനൽസ്, ഇത് അപ്പുറത്തെ സൈഡിലുണ്ട്, ഇതും ഈ ഫുൾ ബോഡി PPFിൽ കവറാവുന്നതാണ്. നമ്മളിത് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇതിൽ ഇപ്പോൾ നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വണ്ടി ഒരു സ്ഥലത്ത് പോയി നിർത്തി, നമ്മളിപ്പോൾ ബാഗിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എടുക്കണം, അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാഗ് എടുത്ത് ഫ്രണ്ടിൽ വയ്ക്കുന്നു. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന സ്ക്രാച്ചുകൾ. പിന്നെ നമ്മൾ വണ്ടി നമ്മുടെ റൈഡിങ് പൊസിഷൻ വെച്ചിട്ട് നമ്മൾ ടാങ്ക് ഹഗ് ചെയ്തിട്ട് വെക്കുക നമ്മൾ കാലുകൊണ്ട്. അപ്പോൾ നമ്മുടെ ജീൻസിൽ നിന്ന് അത് കൊണ്ട് മീൻസ് ജീൻസിൻ്റെ ഇന്നർ സ്റ്റിച്ചിങ് ഉണ്ട്, അത് കൊണ്ട് ഉണ്ടാകുന്ന പാടുകൾ. പിന്നെന്താ പറയുക, നമ്മൾ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ പോകുമ്പോൾ സൈഡിൽ പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ള വഴികളാണെങ്കിൽ അതുമൊക്കെ കൊണ്ടുണ്ടാകുന്ന പാടുകൾ. പിന്നെ ചെറിയ പിള്ളേരെ, ചെറിയ കൊച്ചുങ്ങളെ നമ്മൾ ഫ്രണ്ടിൽ ടാങ്ക് അല്ലെങ്കിൽ വെക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പാടുകൾ. പിന്നെ നമ്മൾ അറിയാണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കൈമ റിങ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ടാങ്കുമ്പോൾ നമ്മൾ അറിയാണ്ടൊക്കെ കൈ കൊണ്ടുപോകുമല്ലോ, അപ്പം നമുക്ക് ഉണ്ടാകുന്ന പാടുകൾ. പിന്നെ വണ്ടി നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന, വെയിലത്ത് ഇപ്പോൾ കുറച്ച് നാൾ അടുപ്പിച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഗ്ലോസിനെസ് ഓവറോൾ കുറയുന്നതാണ്. അങ്ങനത്തെ ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെയാണ് ഞാൻ പറഞ്ഞ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. ഇതെല്ലാം PPF അടിക്കുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കി കിട്ടുന്നതാണ്. ഇതിനെല്ലാമാണ് നമ്മൾ PPFിൻ്റെ ഗുണങ്ങൾ. ഇത് നമ്മൾ ചെയ്യാൻ പോവാണ്.
അപ്പോൾ നമ്മുടെ PPFന്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ വിഷ്വൽസ് കണ്ടറിയാം, നല്ല പക്ക പ്രൊഫഷണൽ ആയിട്ടാണ് ഇവിടുത്തെ എംപ്ലോയീസ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കൂടെയുള്ളത് അശ്വിൻ ബ്രോ ആണ്. അശ്വിൻ ബ്രോ നമസ്കാരം. നമുക്ക് ഓട്ടോ ടോൾസിന്റെ ഇതിൽ വർക്ക് സർവീസുകളിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ഇതില്? നമുക്കിവിടെ PPF കോട്ടിംഗ് ഉണ്ട്, സെറാമിക് കോട്ടിംഗ് ഉണ്ട്, ഗ്രാഫിൻ കോട്ടിംഗ് ഉണ്ട്. ഓക്കെ, 3 സർവീസ്. പിന്നെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡീറ്റെയിലിംഗ് ഉണ്ട് കാറുകളുടെ. ഓക്കെ, ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ വരുന്നത് PPF ആണ്. ഏറ്റവും കൂടുതൽ വരുന്നത് PPF ആണ്. PPF ആണ്. നമുക്ക് മാറ്റ് PPF ഉണ്ട്, ഗ്ലോസി PPF ഉണ്ട്, ബ്ലാക്ക് PPF ഉണ്ട്. ബ്ലാക്കിൽ തന്നെ നമുക്ക് മാറ്റ് ബ്ലാക്കും ഉണ്ട്, ഗ്ലോസി ബ്ലാക്കും ഉണ്ട്. അതെ. ഓക്കെ, ഇതില് PPF ചെയ്ത് എനിക്ക് കുറച്ച് ഡൗട്ടുകളുണ്ട്. PPF ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് വരും, എന്തെങ്കിലും ഒരു പ്രോബ്ലം വരും? ഇപ്പോൾ പലരുടെയും സംശയമാണ് PPF ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നാളെ ഒരിക്കൽ റിമൂവ് ചെയ്യുമ്പോൾ പെയിന്റ് കൂടെ പോരും എന്നുള്ളത്. നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അത് ഹീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് പെയിന്റിന്റെ ക്വാളിറ്റിക്ക് ഇഷ്യൂ വരുന്നത്. നമ്മളത് ഹീറ്റ് ചെയ്തല്ല ചെയ്യുന്നത്, ഹീറ്റ് ചെയ്യാണ്ടാ ചെയ്യുന്നത്. അതുകൊണ്ട് നാളെ ഒരിക്കൽ റിമൂവ് ചെയ്താലും പെയിന്റിന് ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഗമ്മിന്റെ ഇഷ്യൂ, ഇപ്പോൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഗമ്മ് ഇരിക്കുക അങ്ങനത്തെ ഇഷ്യൂസോ ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് നാളെ ഒരിക്കൽ റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ പെയിന്റ് വാരണ്ടിയിൽ ആ ഒരു പോർഷൻ നമ്മൾ റിമൂവ് ചെയ്ത് തരും. അപ്പൊ നമുക്ക് ഇപ്പൊ 5 ഇയറിന്റെ PPF ആണ് നമ്മൾ ബൈക്കുമ്പോൾ ചെയ്തത്. അപ്പൊ അതിൽ എന്തൊക്കെ കവർ ആവുന്നുണ്ട്? ഇപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു ഇൻ കേസ് എവിടെന്നെങ്കിലും ഇത് ഊരിപ്പോന്നു അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ അത് എന്തൊക്കെ സർവീസ്? ഇപ്പോൾ പീൽ ഓഫ്, ബബിളിങ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരാണെങ്കിൽ നമ്മൾ 0 കോസ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യും. വേറെ ആക്സിഡന്റ്, വേറെ സർവീസ് കോസ്റ്റോ അല്ലെങ്കിൽ മെഡിക്കൽ കോസ്റ്റോ ഒന്നും തന്നെ വരില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്സിഡന്റ് കേസ് എന്തെങ്കിലും വരികയാണെങ്കിൽ, വണ്ടി മറിഞ്ഞ് ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ, ഏത് പോർഷനാണോ ഡാമേജ് ആയിരിക്കുന്നത് അത് 50% ഓഫറിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് വേറൊരു സംശയമുള്ളത്, ബ്രോ പറഞ്ഞു ഒന്ന് ഗ്രഫീനും പിന്നെ സെറാമിക്കും PPF ഉണ്ടെന്ന്. ഇതിൽ നമ്മൾ PPF എന്തുകൊണ്ട് ചെയ്യണം? ഇപ്പോൾ നമുക്ക് 3 കോട്ടിംഗ് ഉണ്ട്. ഇപ്പോൾ PPF കോട്ടിംഗ് നമുക്കിവിടെ വരുന്ന സർവീസുകൾ എന്ന് പറഞ്ഞാൽ PPFന്റെ സർവീസ് ഉണ്ട്, സെറാമിക് ഉണ്ട്, ഗ്രഫീൻ ഉണ്ട്. PPF എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫിലിം ഒട്ടിക്കുക ചെയ്യുന്നത്, ഒരു ഹാർഡായിട്ടുള്ള ഒരു ഫിലിം ഒട്ടിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിലിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഇപ്പോൾ തട്ടിയാൽ പോലും സ്ക്രാച്ച് കാര്യങ്ങളൊട്ടും തന്നെ പെയിൻറ്റിലോട്ട് വരത്തില്ല. ഇപ്പോൾ നമ്മളൊരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്ത് നമ്മളിവിടെ ചെയ്യുവാണെങ്കിൽ 5 ഇയർ വാറൻറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ 5 വർഷം വാറൻറ്റി പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ PPF റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ആ ഒരു ഷോറൂം കണ്ടീഷനിൽ ഉണ്ടാവും. വേറെ ഫെയിഡിങ്ങോ 5 വർഷം നമുക്കത് കണക്കാക്കേണ്ട കാര്യമില്ല, കാര്യമില്ല. കാരണം വണ്ടിക്ക് വേറെ ഫെയിഡിങ്ങോ അല്ലെങ്കിൽ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. വണ്ടി ആ ഒരു ഷോറൂം കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ സെറാമിക് അല്ലെങ്കിൽ ഗ്രഫീൻ കോട്ടിങ്ങിലോട്ട് വരുമ്പോൾ നമ്മുടെ പെയിൻറ്റിൻ്റെ മുകളിൽ ക്ലിയർ കോട്ട് വരുമല്ലോ, അതുപോലെ ഒരു ലെയർ ഉണ്ടാവും. അപ്പോൾ അത് ഹൈഡ്രോഫോബിക് എഫക്റ്റ് സംഭവം തന്നെയാണ്. ഇപ്പോൾ വെള്ളം കാര്യങ്ങളൊന്നും പറ്റിപ്പിടിച്ചിരിക്കില്ല. അതുപോലെ UV പ്രൊട്ടക്ഷൻ ഉണ്ടോ, PPFിലും ഉണ്ടോ UV പ്രൊട്ടക്ഷൻ ഉണ്ടോ, ഫെയ്ഡിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവും. വണ്ടിൻ്റെ ഫെയ്ഡിങ് അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരില്ല. ഇപ്പോൾ സെറാമിക് ഗ്രഫീൻ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് ഫെയ്ഡിങ് ഒന്നും വരാണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ സ്ക്രാച്ച് PPF പ്രിവെൻറ്റ് ചെയ്യുന്ന പോലെ സ്ക്രാച്ച് കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യില്ല. ഇപ്പം ഞാൻ ഇന്നാളൊരു ആക്സിഡന്റ് കേസ്, നമ്മൾ ഇതല്ല ആക്സിഡന്റ് എന്ന് വെച്ചാൽ ഒരു മെക്ലാരൻ പോവാണ്. മെക്ലാരൻ എന്ന് പറഞ്ഞൊരു സ്പോർട്സ് കാർ ബ്രാൻഡ് ഉണ്ട്. അത് ബാംഗ്ലൂർ ഇങ്ങനെ പോകുമ്പോൾ ഇത് സ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ പിന്നാലെ വണ്ടിയിൽ വെച്ച് പിടിച്ച് പോകണ്ടായിരുന്നു. എന്നിട്ട് അവർ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ഈ മെക്ലാരന്റെ മുകളിലേക്ക് മറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അയ്യോ എന്നുള്ള ലെവലായി. പക്ഷെ അയാള് ആ ദിവസം രാത്രി തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മെക്ലാരൻ ഒന്നും പറ്റിയിട്ടില്ല, അത് PPF ആണ് എടുത്തിട്ടുള്ളത് എന്നുള്ളൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയി. അതന്നെ, അത് ഇത്തിരി 4-5 കോടി വിലയുള്ള വണ്ടിയാണ്. അത് വരെ അത്രയും കോൺഫിഡന്റ് ആള് പറഞ്ഞു അത് പോട്ടെ, അതൊന്നും വിഷയമില്ല, അത് PPF എടുത്തു എന്ന് പറഞ്ഞേ. അത് മെയിൻ ആയിട്ടല്ല. ഇപ്പോൾ വണ്ടി ഇപ്പോൾ തട്ടിക്കഴിഞ്ഞാൽ സ്ക്രാച്ച് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു ടാങ്ക് ഇപ്പോൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ടാങ്ക് റീപെയർ ചെയ്യണമെങ്കിൽ എത്ര കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ PPF നമുക്ക് ചെറിയ കോസ്റ്റ് നമ്മൾ PPF ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം നമ്മൾ പ്രിവെന്റ് ചെയ്യും. പിന്നെ PPF നമ്മൾ ചെയ്യുന്നുണ്ട്, വേറെ പല ഷോറൂമും ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഓട്ടോ ടോൾസിൽ വന്നിട്ട് ചെയ്യണം എന്നുള്ളത്? ഇപ്പോൾ PPF അല്ലെങ്കിൽ PPF കമ്പയർ ചെയ്ത് ലാമിനേഷൻ വെച്ചിട്ടാണ്, നമ്മൾ നോർമൽ ലാമിനേഷൻ ഫിലിം വെച്ചിട്ടാണ്. ഈ നോർമൽ ലാമിനേഷൻ ഫിലിമിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും പൊട്ടിക്കാൻ പറ്റും. പക്ഷേ നാളെ റിമൂവ് ചെയ്യുന്നതിനെ പറ്റി ആരും ആലോചിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ നോർമൽ ലാമിനേഷൻ ഫിലിംസ് നമ്മൾ ചെയ്യുമ്പോൾ അത് ഹീറ്റ് ചെയ്ത് ചെയ്യുന്നത്, അതൊരു കണക്ഷൻ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റില്ല. റിമൂവ് ചെയ്യുമ്പോൾ ഗമ്മിൻ്റെ ഇഷ്യൂസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഗമ്മിൻ്റെ ഇഷ്യൂസ്, പെയിൻ്റ് അടക്കം ചിലപ്പോൾ പോരും. നമ്മളിവിടെ ഹീറ്റ് ചെയ്യാണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നാളെ ഒരിക്കൽ റിമൂവ് ചെയ്താലും ഇഷ്യൂസ് വരില്ല. കാരണം നമുക്ക് എന്തായാലും PPF റിമൂവ് ചെയ്യേണ്ടി വരും. നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും തട്ടൽ കാര്യങ്ങൾ വരും, സ്ക്രാച്ചുകൾ വരും, അത് ഈ ഫിലിമിൻ്റെ പുറത്ത് വരും. അപ്പോൾ നാളെ ഒരിക്കൽ ഫിലിം നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. ഒരു 5 ഇയേഴ്സ് പീരീഡ് കഴിയുമ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ വണ്ടി ആ ഷോറൂം കണ്ടീഷനിൽ വന്നെങ്കിൽ നമുക്ക് ഹീറ്റ് ചെയ്യാണ്ട് ചെയ്യണം. സോ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊക്കെ ഗ്യാരണ്ടി ആണ്. അതെ, അതിന് വാറന്റി ആണ്. നമ്മൾ പെയിൻ ഇപ്പോൾ നാളെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പെയിൻ വാറന്റിയിൽ തന്നെ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു സർവീസ് ആയിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ആൾക്കാർ വരും, ഫ്രണ്ട്സ് എല്ലാവരും ആര് വേണമെങ്കിൽ വരാം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഓഫർ നിങ്ങളായിട്ട് കൊടുക്കാൻ പറ്റും? 10% ഓഫറിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ വീഡിയോ കണ്ടു വരുന്ന എല്ലാവർക്കും നമുക്ക് 10% ഡിസ്കൗണ്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടിപൊളി. ഹാപ്പിയാണ്, ഹാപ്പി കസ്റ്റമറാണ്. താങ്ക് യു.